ഇന്നത്തെ അറിയിപ്പുകൾ. വനിതാ ഉപയോക്താക്കൾക്കായി വിമൻ 11 ഓഫറുമായി സപ്ലൈകോ. ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് 11% വിലക്കുറവ് നൽകുന്നതാണ് പദ്ധതി. സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികളെ ആദരിക്കുന്നതിനാണ് ഈ വേറിട്ട പദ്ധതി നടപ്പാക്കുന്നത്. മെയ് 11 മുതൽ 11 ദിവസത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ സ്ത്രീകൾക്ക് ലഭിക്കും. കുടുംബത്തിലും സമൂഹത്തിലും സ്ത്രീകൾ നൽകുന്ന മികച്ച സംഭാവനകളെ ഉയർത്തിക്കാട്ടുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സപ്ലൈകോ അധികൃതർ വ്യക്തമാക്കി. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ജനങ്ങളെ വലിയ തോതിൽ അലട്ടുന്ന സമയത്താണ് ആശ്വാസമായി ഈ പ്രഖ്യാപനം വരുന്നത്. അടുക്കളയിലെ സാധനങ്ങൾക്ക് ലഭിക്കുന്ന വിലക്കുറവ് സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് വലിയ ആശ്വാസമാണ് നൽകുക. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിലും വ്യാപാരികളുടെ കൊള്ളലാഭം തടയുന്നതിലും സപ്ലൈകോ എക്കാലവും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. പൊതുകമ്പോളത്തിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന സപ്ലൈകോയുടെ പുതിയ നീക്കവും വലിയ ജനശ്രദ്ധ നേടുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പാചകവാതക സബ്സിഡി പിൻവലിക്കാൻ നീക്കവുമായി പൊതുമേഖലാ എണ്ണ കമ്പനികൾ. വാർഷിക വരുമാനം 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവരുടെ സബ്സിഡിയാണ് പിൻവലിക്കുക. വാർഷിക വരുമാനം 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവരുടെ പാചകവാതക സബ്സിഡി ഉടൻ പിൻവലിച്ചേക്കും. പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഉപഭോക്താക്കൾക്ക് ഇത് സംബന്ധിച്ച സന്ദേശം അയച്ചു തുടങ്ങി. ആദായ നികുതി വിവരങ്ങൾ പരിശോധിക്കുന്നത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന വിമർശനവും ഇതിനകം ഉയർന്നിട്ടുണ്ട്. ഉപഭോക്താവിന് കുടുംബാംഗത്തിനോ 10 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക നികുതി വരുമാനം ഉണ്ടെങ്കിൽ സബ്സിഡി ലഭിക്കില്ല. ആദായ നികുതി വകുപ്പിന്റെ രേഖകൾ പരിശോധിച്ചാണ് വരുമാനം കണക്കാക്കുന്നത്. സമീപകാലത്ത് നടന്ന KYC പുതുക്കൽ നടപടികൾക്ക് ശേഷമാണ് പരിശോധന ശക്തമാക്കിയത്. ആദായ നികുതി പരിധിക്ക് പുറത്തുള്ളവർക്കും ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചവർക്കും ഓരോ സിലിണ്ടറിനും 24 രൂപ 50 പൈസ നിലവിൽ സബ്സിഡിയായി നൽകുന്നത്. വരുമാന പരിധി സംബന്ധിച്ച അറിയിപ്പ് ലഭിക്കുന്നവർക്ക് അത് തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ 7 ദിവസത്തിനകം പരാതിപ്പെടാം. ടോൾ ഫ്രീ നമ്പറിലൂടെയോ അതാത് കമ്പനികളുടെ പോർട്ടലിലൂടെയോ പരാതി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കാർഗോ മേഖലയിൽ വളർച്ച രേഖപ്പെടുത്തി. 2025-26 സാമ്പത്തിക വർഷത്തിൽ വരുമാനം 50 കോടി കവിഞ്ഞു. കാർഗോ ഗതാഗതവും ലോജിസ്റ്റിക് ശൃംഖലയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സിയാൽ പ്രത്യേക ഡെഡിക്കേറ്റഡ് ട്രക്കിംഗ് സെന്റർ ആരംഭിച്ചു. ഗൾഫ് മേഖലയിലേക്കുള്ള കയറ്റുമതി സുഗമമാക്കാൻ ആവിഷ്കരിച്ച പദ്ധതികൾ ഫലം കണ്ടതോടെ മുൻവർഷത്തേക്കാൾ 10% വർധനയാണ് 2025-26 സാമ്പത്തിക വർഷം സിയാൽ കൈവരിച്ചത്. ഇതോടെ കാർഗോ വിഭാഗത്തിൽ നിന്നുള്ള വരുമാനം 52.84 കോടി രൂപയായി ഉയർന്നു. 2025-26 സാമ്പത്തിക വർഷം 72,178 മെട്രിക് ടൺ കാർഗോയാണ് സിയാൽ കൈകാര്യം ചെയ്തത്. ഇതിന്റെ 76% അന്താരാഷ്ട്ര കാർഗോയാണ്. ആഗോള വ്യോമചരക്ക് മേഖല പ്രതിസന്ധി നേരിടുന്ന സമയത്തും കരസ്ഥമാക്കി ഈ വളർച്ച അന്താരാഷ്ട്ര പ്രാദേശിക കാർഗോ ശൃംഖലകളിലെ സിയാലിന്റെ വർദ്ധിച്ചുവരുന്ന പ്രാധാന്യത്തെ വ്യക്തമാക്കുന്നതാണ്. കാർഗോ ഗതാഗതവും ലോജിസ്റ്റിക് ശൃംഖലയും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സിയാൽ പ്രത്യേക ഡെഡിക്കേറ്റഡ് ട്രക്കിംഗ് സെന്റർ ആരംഭിച്ചു. ദീർഘദൂര ഹ്രസ്വദൂര കാർഗോ ട്രക്കുകൾക്കായി പ്രത്യേക പാർക്കിംഗ്, മൂവ്മെന്റ് ഏരിയകൾ, ഡ്രൈവർമാർക്കുള്ള സൗകര്യങ്ങൾ, വാഹന പാർക്കിംഗ് മേഖലകൾ എന്നിവയടങ്ങിയ ഈ കേന്ദ്രം ചരക്ക് ഗതാഗതത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്നാണ് പ്രതീക്ഷ. ഈ വർഷം സിയാലിന്റെ കാർഗോ അടിസ്ഥാന സൗകര്യ വികസനത്തിലും വലിയ മുന്നേറ്റമുണ്ടായി. എക്സ്പോർട്ട് കാർഗോ വെയർഹൌസ് വികസിപ്പിച്ചതോടെ വാർഷിക കാർഗോ കൈകാര്യശേഷി 1,25,000 മെട്രിക് ടണ്ണായി ഉയർന്നു. ഉയർന്ന മൂല്യമുള്ള ചരക്കുകൾക്കായുള്ള സുരക്ഷിത സംഭരണ സൗകര്യങ്ങൾ, അത്യാധുനിക സ്ക്രീനിംഗ് സംവിധാനങ്ങൾ, കോൾഡ് ചെയിൻ സൗകര്യങ്ങൾ, അപകട സാധ്യതയുള്ള ചരക്കുകൾക്കും റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾക്കും പ്രത്യേക ഹാൻഡ്ലിംഗ് മേഖലകൾ എന്നിവയും ഇതിന്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ രംഗത്ത്. പ്രഖ്യാപനം UDF പുനഃപരിശോധിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തിയാൽ പൊതുഗതാഗത സംവിധാനം നശിപ്പിക്കപ്പെടുമെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ആരോപിച്ചു. തീരുമാനം സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കും. KSRTCയുടെ കണക്കുകൾ പ്രകാരം ദിനം പ്രതി 19 ലക്ഷം സ്ത്രീകളാണ് സർവീസ് ഉപയോഗിക്കുന്നത്. സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്നവരിൽ 70% സ്ത്രീകളാണ്. KSRTCയിൽ സൗജന്യം പ്രഖ്യാപിച്ച സ്ത്രീകൾ കൂട്ടത്തോടെ സ്വകാര്യ ബസ്സുകളിൽ കയറാതാകും. ഇത് സ്വകാര്യ ബസ് മേഖലയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ചൂണ്ടിക്കാട്ടുന്നത്. UDF പ്രഖ്യാപനം ഏകപക്ഷീയമാണെന്നും ഇത് പുനഃപരിശോധിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു.
സൗജന്യ യാത്ര നൽകിയാൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം സ്വകാര്യ ബസ് സർവീസ് നടത്തേണ്ടി വരും. ഇത് സംബന്ധിച്ച ആശങ്ക VD സതീശനെ അറിയിച്ചതാണെന്നും ബസ് ഉടമകളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സംഘടന വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.